പ്രിയമുള്ളവരെ, ഏറെ കൗതുകമുണർത്തുന്ന പേരുള്ള ഒരു പൂവുണ്ട്. ഫൊർഗെറ്റ് മീ നോട്ട് അഥവാ എന്നെ മറന്നു കളയല്ലേ എന്നാണ് ഇതിൻ്റെ പേര്. ഈ പേരിൻ്റെ രഹസ്യം വിവരിക്കുന്ന ഒരു ജർമ്മൻ കഥ ഇങ്ങനെയാണ്. ലോകത്ത് എല്ലാ സസ്യങ്ങൾക്കും പേരിട്ട ദൈവം ഒരു സസ്യത്തിന് മാത്രം പേരിടാൻ മറന്നുപോയത്രേ. ആ സസ്യം പെട്ടെന്ന് പൂത്തുലഞ്ഞു. താഴ്വാരത്തിലെങ്ങും ഇളം നീല നിറത്തിൽ പൂക്കളുടെ നീണ്ട നിര. എന്നിട്ട് സസ്യം ഉറക്കെ വിളിച്ചു പറഞ്ഞു, ദൈവമേ, എന്നെ മറന്നുകളയല്ലേ. പിന്നീട് ആ പൂവ് ഓർമ്മപ്പൂവ് എന്നറിയപ്പെടാൻ തുടങ്ങി. മിയോസോട്ടിസ് എന്നാണ് ഈ പൂവിൻ്റെ ശാസ്ത്രീയ നാമം. ദൈവം ഒരിക്കലും മറക്കുന്നില്ല എന്ന ചിന്ത നൽകുന്ന ഒരു പ്രത്യാശ. എത്ര തെറ്റിപ്പോയാലും കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം എന്നെ ഇതുവരെ മറന്നിട്ടില്ല എന്നത് എത്ര ആശ്വാസം നൽകുന്ന ചിന്തയാണ്. ദൈവം നമ്മെ മറന്നു പോകില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നാം ഭയന്നു പോകുന്നത്? കെ.സി. മസ്ഗ്രേവ്സ് എന്ന ഗായിക ചിത്രശലഭങ്ങൾ എന്ന സുന്ദരമായ തൻ്റെ കവിതയിൽ ഇപ്രകാരം ഹൃദയപൂർവ്വം പാടുന്നു: ഞാൻ പുതിയതായി പുറത്തു വന്നു, എല്ലാം നീ കാരണമാണ്. പുഴുവായി ഉറങ്ങിയ തന്നെ മനോഹരമായ ചിത്രശലഭമായി ചുംബിച്ചുണർത്തിയ മധുരോദാര സ്നേഹത്തെക്കുറിച്ചാണ് ഗായിക ഹൃദയം തുറന്ന് പാടുന്നത്. പുഴുവായി ഏതോ ഇരുട്ടിടത്ത് ഉറങ്ങിക്കിടക്കുന്ന എന്നെ ദൈവം വിശാലമായ ആകാശത്തിലേക്ക് ചുംബിച്ചുണർത്തി കഴിയുമ്പോൾ ഞാനും ഒരു ഓർമ്മശലഭമായി മാറുകയാണ്. ഈ വലിയ നോമ്പിൽ നമുക്കും ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നെ മറന്നുകളയല്ലേ. ദൈവം നമ്മെ ഓർത്താൽ പിന്നെ മറ്റാരും നമ്മെ ഓർത്തില്ലെങ്കിലും ഭയപ്പെടേണ്ടതില്ല. എല്ലാവർക്കും അനുഗ്രഹകരമായൊരു ദിവസം ആശംസിക്കുന്നു. സസ്നേഹം, ഈപ്പനച്ചൻ.